ഇപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിർബന്ധമായിട്ട് പോവേണ്ട പരിപാടിക്ക് മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും തന്നെ അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം തന്നെ പറഞ്ഞ ആദ്യം എനിക്ക് ഫർദ ആയിരുന്നു കൊണ്ടുവരല്. അവിടുന്ന് തന്നെ കൊണ്ടുവരല്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു എന്തായാലും ഫർദ വേണ്ട. ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇടാൻ. അപ്പൊ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ പറഞ്ഞത് ഞാൻ നാട്ടിൽ വന്നിട്ട് കാണാന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങൾ വന്നതിന് ശേഷം ആ ഒരു ഇതിൽ എനിക്ക് കുറെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങി തരുണ്ടായി. ഇപ്പൊ ഏതായാലും നല്ല കോൺഫിഡൻസ് ആയിട്ട് പുറത്തു പോവാനോ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനോ ഒക്കെ കഴിയുന്നുണ്ട്. ഇനിയും ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്തുള്ള നഹീദ എന്ന ഒരു മാഡമായി സംസാരിക്കുന്നത്. നഹീദ, താങ്കളുടെ കുടുംബത്തെക്കുറിച്ചും താങ്കളുടെ കുടുംബ പശ്ചാത്തലത്തൊന്നും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, ഒന്ന് പറയാൻ പറ്റുമോ? ഞാന് കുറുവത്താണിയാണ് സ്ഥലം, കോട്ടക്കൽ ഭാഗത്ത്. ഞാനും മക്കളുമാണ് വീട്ടില്. ഹസ്ബൻഡ് വിദേശത്താണ്. ഹെൽത്ത് പരമായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെയാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടത്, ഇതിലേക്ക് ജോയിൻ ചെയ്തത്. ഇപ്പോ നല്ല മാറ്റമുണ്ട്, വളരെ ഹാപ്പിയാണ്. ഓക്കെ നഹീദ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു? ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിരുന്നു. ഒന്നിനും ഒരു ഉഷാറുണ്ടായിരുന്നില്ല. പിന്നെ കാൽമുട്ട് വേദന, ബാക്ക് പെയിൻ, അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പുറത്തുനിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല രീതിയിലുള്ള വെയിറ്റ് ആയിരുന്നു. ഒരു 100.3 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാന്. പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ പുറത്തൊക്കെ പോവാനുമുള്ള മടിയും ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാനും ഒന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ ഡ്രസ്സ് ധരിക്കുമ്പോഴും കണ്ണാടിയിൽ നോക്കുമ്പോഴും നിങ്ങൾക്കുണ്ടായിരുന്ന അസ്വസ്ഥത എന്തൊക്കെയായിരുന്നു? ഡ്രസ്സ് ധരിക്കുക എന്ന് പറഞ്ഞാല് ഒരു പുറത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ട് പോവാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ അധികം യൂസ് ചെയ്തിരുന്നത് പർദ്ദ. പർദ്ദ ആവുമ്പോ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല, അതങ്ങോട്ട് ഇട്ടിട്ടായിരുന്നു ഏതൊരു പരിപാടിക്കും പോയിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ ചുരിദാറുകളും ടോപ്പുകളും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പുറത്തുനിന്ന് കാണുന്നവരൊക്കെ തന്നെ നല്ല മാറ്റം പറയാൻ തുടങ്ങി. നിങ്ങളെ ഈ അധിക ഭാരം നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും എത്രത്തോളം ബാധിച്ചിരുന്നു നേരത്തെ? അങ്ങനെ ചോദിക്കണമെങ്കിൽ നമുക്കിപ്പോ ഒരാളെ മുൻപിൽ പോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും പരിപാടിക്ക് സംസാരിക്കാനൊക്കെ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടാതെ മറ്റുള്ളവര് നമ്മളെ കളിയാക്കലുകളും നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിലും ഒക്കെ നമ്മളെ തടി കാരണം മറ്റുള്ളവർ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടി നമ്മൾ ഈ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം അവരുടെ മുമ്പിലൊക്കെ എത്തുമ്പോൾ ആ ഒരു ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ ഒരു നിമിഷം ഇനി എന്തായാലും എനിക്ക് എക്സസൈസ് ചെയ്യണം, ഇനി എക്സസൈസ് വെയിറ്റ് കുറക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു, ആ നിമിഷത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തപ്പോ ഒന്നാമത് അൻവർ സാറിന്റെ മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ആയത്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു 15 ദിവസത്തെ ഫ്രീ ട്രയലില് അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് പറ്റുമോ പറ്റൂലേ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. പിന്നെ സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളും സാറിന്റെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ചേർന്ന് ഇതുവരെ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ഇതിന്റെ സൗകര്യം എന്തായിരുന്നു? സൗകര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആണ്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ജിം ഉണ്ട്. ഞാനിപ്പോ ഏകദേശം ഒരു ടൗണിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ തന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ അതിനയച്ച് ഡ്രസ്സ് ചെയ്ത് പോവാന്. പിന്നെ വീട്ടിൽ എനിക്ക് ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ അവളൊക്കെ ഒറ്റക്കാക്കി പോവാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട്, പിന്നെ അതും തന്നെ സാറിന് നല്ലൊരു പ്രൈവസി ആയിട്ടാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതില് നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് ഇതിലേക്ക് ചേർന്നത്. നിങ്ങളിപ്പോ ഏകദേശം ഒരു 4-5 മാസത്തിനുള്ളിൽ 11 കിലോയിൽ കൂടുതൽ ഭാരം കുറക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങളുടെ അത് ചെയ്യേണ്ട, നിങ്ങളെ ഭാരം കുറച്ചതിന്റെ രഹസ്യം എന്താണ്? ഞാന് 4 മാസത്തിനുള്ളില് കുറക്കാന് മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. കാരണം എന്റെ ഹസ്ബൻഡ് നാട്ടില് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരു പെരുന്നാൾ ആകുമ്പോഴേക്കൊക്കെ വരും പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കണം. പുറത്തൊക്കെ പോവാനാണെങ്കിലും നല്ല കോൺഫിഡൻസിന് നല്ല ഡ്രസ്സ് ഇട്ട് പോവണം. ആ ഒരു രീതിയിൽ എന്റെ മനസ്സിലൊരു നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു, ഭക്ഷണം കൺട്രോൾ ചെയ്തു, ആ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഞാൻ ചെയ്തു. ആ ഒരു ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഹസ്ബൻഡ് വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു നല്ല മാറ്റമുണ്ട്, എന്താ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ പറഞ്ഞു ഏതായാലും നന്നായി കണ്ടിന്യൂ ആയിട്ട് പറ്റുന്നിടത്തോളം ചെയ്യാനാണ് ഹസ്ബൻഡ് കൂടി സപ്പോർട്ട് ചെയ്യുക ചെയ്തത്.
ഓക്കെ, ഈ ഫിറ്റ്നസ് ജേണിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളികൾ എന്തെല്ലായിരുന്നു, പ്രയാസങ്ങൾ എന്തെല്ലായിരുന്നു? ഫിറ്റ്നസ് ജേണിയിൽ എന്ന് പറഞ്ഞാല് എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് കുറെ ഉണ്ടായിരുന്നു. കാൽമുട്ട് വേദന, അങ്ങനെ ക്ഷീണം, ആ കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിൽ നിന്നും ഒരു ഇതുണ്ടാവില്ല, ഞാൻ വെയിറ്റ് കുറയൂല എന്ന് വിചാരിച്ച് നിന്നിരുന്ന ഒരാളാണ്. കാരണം ഞാൻ ഇതിന് മുമ്പ് കുറെ കീറ്റോ ഡയറ്റ്, എഗ് ഡയറ്റ്, അതുപോലെ ഹെർബാ ലൈഫ്, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും, അത് നിർത്തിയാൽ അതിന്റെ ഡബിൾ ആയിട്ട് കൂടും. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ലാസ്റ്റ് ആണ് ഞാൻ ഇനിയിപ്പോ ഇത് ഈ ഒരു ക്ലാസ്സിലും കൂടി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തതും. അപ്പൊ ഏതായാലും ഇതാണ് ഇപ്പൊ എനിക്ക് സക്സസ് ആയത്. നിങ്ങളുടെ ഈ മാറ്റം കണ്ടപ്പോ കുടുംബത്തിൽ നിന്നും മറ്റുള്ള സുഹൃത്തുക്കളുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? കുടുംബത്തിൽ നിന്നൊക്കെ നല്ല പ്രതികരണമായിരുന്നു. ഇവിടെ എന്റെ കൂടെയുള്ള താത്തമാരൊക്കെ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചേഞ്ച് ആയതിലൊക്കെ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തപ്പോ ഇങ്ങനെ ആദ്യമൊക്കെ പർദ്ദ മാത്രം യൂസ് ചെയ്തിരുന്ന ആളാണല്ലോ, ഇപ്പൊ നല്ല ഒതുങ്ങി നല്ല മോഡേൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തപ്പോ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിരുന്നു. അവരോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതാണ്. കാരണം അവർക്കൊക്കെ അറിയാം ഞാൻ മുൻപ് ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി, ഞാൻ അതുപോലെ ആവുമോ, ഇത് ഇട്ടെറിഞ്ഞ് പോവോന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല, ഇത് എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ഇൻഷാ അള്ളാ ഒരു വർഷത്തോളം ഞാനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് കണ്ടിന്യൂ ആയിട്ട് വീണ്ടും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എന്റെ ഒരു കരുതല്. ഞാൻ ഇപ്പോ ഈ ഒരുപാട് 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ ഒരു ഫ്രണ്ടിനെ ഇപ്പൊ അടുത്ത് മീറ്റ് ചെയ്തത്, ഒരു പെരുന്നാൾക്ക് മീറ്റ് ചെയ്തത്. അപ്പോ അവള് കണ്ടയിക്കനെ നല്ല മുഖത്തൊക്കെ നല്ല ഗ്ലോ വന്നിട്ടുണ്ടല്ലോ, ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിട്ടുണ്ടല്ലോ, എന്താണ് മാറ്റം, നല്ല മാറ്റമായിട്ടുണ്ട് തോന്നുന്നുണ്ട്, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, അതോ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്തതാണ്. അപ്പൊ അവള് എന്താണ് അതിലെന്താണ് പ്രത്യേകത എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് നല്ല മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയത്. മറ്റ് ആദ്യം ചെയ്ത ഡയറ്റ് പോലെ അതൊന്നും സ്റ്റോപ്പ് ആവാതെ കണ്ടിന്യൂ ആയി പോണത് സാറിന്റെ മോട്ടിവേഷനും കാര്യങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അവളോട്. അപ്പൊ അവൾക്കും തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ ഞാൻ ഈ പ്രധാന ചോദിക്കാനുള്ളത്, നേരത്തെ ഉള്ള ഡ്രസ്സിന്റെ കോൺഫിഡൻസും ഇപ്പോൾ ഉള്ള ഡ്രസ്സിംഗ് കോൺഫിഡൻസും മാറ്റം എന്ന് പറയാൻ പറ്റും? ഇപ്പൊ ആദ്യം പറഞ്ഞാൽ എങ്ങനെ ഒരു പരിപാടിക്ക് പോവുക, നിർബന്ധമായിട്ട് പോവേണ്ട പരിപാടിക്ക് മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും തന്നെ അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം തന്നെ പറഞ്ഞ, ആദ്യം എനിക്ക് ഫർദ ആയിരുന്നു കൊണ്ടുവരല്, അവിടുന്ന് തന്നെ കൊണ്ടുവരല്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു എന്തായാലും ഫർദ വേണ്ട, ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടായി. അപ്പൊ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ പറഞ്ഞത് ഞാൻ നാട്ടിൽ വന്നിട്ട് കാണാന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങൾ വന്നതിന് ശേഷം ആ ഒരു ഇതിൽ എനിക്ക് കുറെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങി തരുണ്ടായി. ഇപ്പൊ ഏതായാലും നല്ല കോൺഫിഡൻസ് ആയിട്ട് പുറത്ത് പോവാനോ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനോ ഒക്കെ കഴിയുന്നുണ്ട്. ഇനിയും ഇതിലും നന്നായിട്ട് ഇനിയും വെയിറ്റ് കുറക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. നല്ല ബോഡി ഷേപ്പിലേക്ക് നന്നായിട്ട് ഒതുങ്ങി വരണം എന്നാണ്. അതിന് സാറിന്റെ കൂടെ കണ്ടിന്യൂ ആയിട്ട് പോവണം. ഓക്കെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശരീരഭാരം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സ്ത്രീകള്, വീട്ടമ്മമാരുണ്ട്. അവരോട് നൽകാൻ ഉപദേശം എന്താണ്? നമ്മൾ വീട്ടിൽ ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിയൂല, നമ്മൾക്കൊന്നും പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന നമ്മൾ അവിടെ ഇരിക്കേ ഉള്ളൂ. നമ്മളായിട്ട് ഇറങ്ങി തിരിച്ചാലേ നമുക്കൊരു മാറ്റം വരുള്ളൂ. എന്തായാലും നമുക്ക് മാറ്റം വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ തീരെ മടിയുള്ള ഒരാളായിരുന്നു. ഇങ്ങനെ ഒരു ഇതിലേക്ക് വരിക, സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാല്. പക്ഷെ നമ്മളായിട്ട് വിചാരിച്ച് നമ്മളായിട്ട് ഇറങ്ങി തിരിച്ചാലേ നമുക്ക് ആ ഒരു വിജയം കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്ന് നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയാലേ നമുക്ക് ജീവിതത്തിൽ ഒരു ഉന്മേഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ നെയ്തയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. എനിക്കും തന്നെ ഇതുപോലെ ഒരു അവസരം തന്നതിന് സാറിനോടും ഞാൻ താങ്ക് യു പറയുന്നു.